യെസ് ജെസിന മിസ്സാണ്. എടാ മക്കളെ, നമ്മുടെ ഷോയെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയമാണല്ലോ അല്ലേ ഇത്. യെസ്, നമ്മുടെ പെലെയുടെ ചാപ്റ്ററിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ഏതാണ് ആ ക്വസ്റ്റ്യൻ? ഇതാണ് ആ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കണം മക്കളെ. സങ്കേതോं की सहायता से पेले की जीवनी तैयार करे. പെലെയുടെ ജീവനി ഈ ഒരു ചാപ്റ്ററിന് ഉറപ്പായിട്ടും നമ്മളോട് ചോദിക്കും. ഓക്കെ, യെസ്. അപ്പൊ താഴെ തന്ന പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പെലെയുടെ ജീവനി എഴുതാൻ. ഓക്കെ, യെസ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? ഫുട്ബോൾ ഇതിഹാസ് കെ സബ്സെ മഹാൻ ഖിലാഡി അല്ലെ, അതായത് ഫുട്ബോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ദെൻ നോക്കിക്കേ, 17 साल में पहला विश्व कप विजेता അല്ലെ, 17 വയസ്സിലാണ് ആദ്യത്തെ വേൾഡ് കപ്പ് നേടിയത്. ദെൻ ബച്പൻ में शिक्षा की कमी और भयानक गरीबी के शिकार അല്ലെ, അതായത് പാവപ്പെട്ട വീട്ടിലുള്ള കുട്ടിയായിരുന്നു, അതുപോലെ പഠിക്കാൻ അങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ദെൻ നോക്കിക്കേ, 29 दिसंबर 2022 को 82 साल की उम्र में मृत्यु അല്ലെ. അപ്പം 2022 ഡിസംബർ 29 എന്ത് 82 വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പെലെയുടെ ജീവനിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു 4 മാർക്ക് അങ്ങ് പിടിച്ചോ മക്കളെ. നോക്കിക്കേ, യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഹെഡിങ് കൊടുക്കാം കേട്ടോ. പെലെ എന്താണ്? ഫുട്ബോൾ കെ ജാദൂഗർ കി കഹാനി അല്ലെ, ഫുട്ബോളിന്റെ ആ ഒരു മാജിഷ്യന്റെ സ്റ്റോറിയാണ് അല്ലെ. യെസ്. അപ്പൊ നോക്കിക്കേടാ, എന്താണ് നമ്മുടെ പെലെയുടെ ഫുൾ നെയിം എന്താണ്? നോക്കിക്കേ, യെസ്, എഡ്സൺ അരാഞ്ചസ് ഡോ നാസിമെന്റോ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. ഓക്കെ, ജിനെ ദുനിയ പെലെ കെ നാം സെ ജാൻതി ഹേ. പക്ഷെ നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ എന്താ വിളിക്കുന്നത്? അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പെലെ എന്ന പേരിലാണ്. ഓക്കെ, നോക്കിക്കേ, വേ 20वीं सदी के सबसे महान फुटबॉल खिलाड़ियों में से एक थे അല്ലെ. 20s എന്താ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. ദെൻ നോക്കിക്കേ, 1940 में जन्मे पेले ने अपने करियर की शुरुआत 16 साल की उम्र में ब्राजील के सैंजोस क्लब से की थी. അപ്പൊ എന്താ പറയുന്നത്? അദ്ദേഹം എന്താ 1940 ജനിച്ച അദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് 16ാമത്തെ വയസ്സിലാണ് അല്ലെ. उन्होंने 17 साल की उम्र में 1958 में अपने पहला विश्व कप जीता. ആദ്യത്തെ വേൾഡ് കപ്പ് നേടുമ്പോൾ 17 വയസ്സാണ്. എന്നാണ് ഡേറ്റ്? 1958 ഓക്കെ, 1962 और 70 में 2 और विश्व कप जीतकर इतिहास रच दिया. വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ. നോക്കിക്കേ, 62ലും 70ലും എന്താണ്? വേൾഡ് കപ്പ് നേടിയിട്ട് ചരിത്രം രചിച്ചു. ഓക്കെ, പെലെനെ अपने करियर में നോക്കിക്കേ എത്രടാ 1281 गोल किए जो गिनेस बुक ऑफ वर्ल्ड रिकॉर्ड द्वारा मनाया प्राप्त रिकॉर्ड है. അദ്ദേഹത്തിന് ഗിന്നസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലെ. നോക്കിക്കേടാ, അദ്ദേഹം 1281 ഗോൾ നേടിയിട്ട് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ അദ്ദേഹം ഇടം നേടിയിട്ടുണ്ട് അല്ലെ. ദെൻ നോക്കിക്കേ, उन्होंने अपनी करामती ट्रिबलिंग पासिंग और गोल करने की क्षमता से दुनिया भर प्रशंसकों के मंत्रमुग्ध कर दिया അല്ലെ. അദ്ദേഹത്തിന്റെ പാസിംഗ്, ട്രിബിളിംഗ്, ആ ഒരു ഗോളൊക്കെ അടിക്കുന്ന ശൈലിയൊക്കെ ആയിട്ട് അതിലൂടെയൊക്കെയാണ് അദ്ദേഹം അത്രയും പ്രഗത്ഭനായിട്ട് മാറിയത്. അതായത് എതിർ ടീമുകളിലുള്ളവരെ പേടിക്കാനുള്ള ഒരു പേടി സ്വപ്നമായി മാറിയത് ഇതിലൂടെയൊക്കെയാണ്. പെലെ സിർഫ് एक महान खिलाड़ी ही नहीं थे बल्कि सामाजिक न्याय के प्रबल समर्थक भी थे അല്ലെ. കേവലം എന്താണ്? യെസ്, ഒരു പ്ലെയർ മാത്രമായിരുന്നില്ല, ഇങ്ങനെ ഈ സാമൂഹികപരമായിട്ട് എന്താ മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾക്കെതിരെയുള്ള ഒരു വോയിസ് കൂടിയായിരുന്നു അദ്ദേഹം അല്ലെ. then उन्होंने अपने मंच का उपयोग नस्लवाद और भेदभाव खिलाफ बोलने के लिए किया. वे दुनिया भर के लोगों के लिए प्रेरण बन गए അല്ലെ. അദ്ദേഹത്തിന് എന്താ? അദ്ദേഹം ഏത് സ്റ്റേജും അതിനായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ലോകത്തിലുള്ള ഒരുപാട് പേർക്ക് എന്താണ്? അദ്ദേഹം ഒരു പ്രേരണയാണ്. ഓക്കെ, 2022 में 82 साल की उम्र में उसकी मृत्यु हुई അല്ലെ. ഉൻകി മൃത്യു ഹുയി. അപ്പൊ എന്നാണ് 2022 82 വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ലേക്കിൻ എന്നാൽ പെലെ की विरासत आज भी जीवित है. वे फुटबॉल के सच्चे राजा बने रहेंगे जिन्होंने गेल को हमेशा के लिए बदल दिया. പക്ഷെ ഇന്നും എന്താണ്? ആളുകളുടെ മനസ്സിൽ അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. ഇന്നും എന്താണ്? അദ്ദേഹത്തിന്റെ ആ ഒരു അത്രയും ഓരോ റെക്കോർഡുകൾ, കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ കൺമുന്നിലുണ്ട്. യെസ്, ഈ രീതിയിലാണ് നമ്മൾ പെലെയുടെ ജീവൻ എഴുതേണ്ടത്. ഇതങ്ങ് പഠിച്ചോ മക്കളെ. നമ്മുടെ പെലെയുടെ ചാപ്റ്ററിൽ നിന്നും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. സെറ്റ് അല്ലേടാ? റെഡി അല്ലേടാ? യെസ്, ഇതുപോലത്തെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പാകലാം.